ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി കുളിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞമ്മക്കൊരു ചക്കൻ്റെ കഷ്ണം കിട്ടിയത്. അപ്പോൾ പിന്നെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇത് പഴഞ്ചക്കയാണ്. അപ്പോൾ പഴഞ്ചക്ക പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വരക്കച്ചക്കൻ്റെ അത്ര ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ അല്ലേ. എല്ലാവർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ. നമ്മളോടെ അങ്ങനെ തന്നെയാണ്. നമ്മളോടെ ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. പഴഞ്ചക്ക പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് മുഴുവൻ എടുത്തില്ല കേട്ടോ. ചെറിയൊരു കഷ്ണമായിട്ട് വെച്ചു. കാരണം പഴുത്തിട്ട് തീർപ്പതുള്ളവർക്ക് അങ്ങനെയും തിന്നാലോ എന്നും കരുതിക്കാണ്ട് വെച്ചതാണ്. പിന്നെ എല്ലാം കൂടെ നമുക്കേറ്റ ആവശ്യമായിട്ടില്ലേനും. അപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചക്ക കിട്ടിയിട്ടില്ല കേട്ടോ. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ചക്ക കിട്ടണത്. നോമ്പിന് കിട്ടീനു. പക്ഷേ എങ്കിൽ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഉണ്ട് കരുതിയ മാതിരി ഉണ്ട് കൂട്ടാണ്ടാക്കാനോ അല്ലെങ്കിൽ പഴുപ്പിച്ച് തിന്നാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നല്ലോ. പകലൊന്നും തിന്നാൻ പറ്റാത്ത ഇതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുഴുവനാവില്ല. പിന്നെ കിട്ടിക്കഴിഞ്ഞാലും തന്നെ എല്ലാവർക്കും കൊടുക്കലേനു കേട്ടോ. കാരണം നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, വൃത്ത കേടെത്തി കളയണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് അങ്ങനെ ഊരിയൊക്കെ ചെയ്യും. അപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ ആദ്യമാണ് നമുക്ക് ചക്കക്ക് പഞ്ചാണ് കേട്ടോ. കാരണം ഇവിടെ ചക്കയൊന്നുമില്ല, മാങ്ങ ഉണ്ട്, ചക്ക ഇല്ല. നല്ല രസമുള്ള ചക്ക കേട്ടോ. പച്ച തിന്നാൻ നല്ല രസമുണ്ട്. അപ്പോൾ തിന്നിട്ട് തീറ്റ നിർത്താൻ തോന്നുന്നില്ല. അങ്ങനത്തെ ടേസ്റ്റുള്ളൊരു ചക്ക. കുരുവൊക്കെ നല്ല പൊടിയുള്ള കുരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നുറുക്കിക്കാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ നുറുക്കി. അതിൻ്റെ ഉള്ളിൽ സെനൂന് ചക്ക കിട്ടിയില്ല എന്നും പറഞ്ഞിക്കാണ്ട് ഓൻ പരാതി പറഞ്ഞപ്പോൾ അപ്പം എന്നാലും ഓൻ്റെ പരാതിയാണ് തീർക്കാലോ എന്ന് കരുതിക്കാണ്ട് ഓൻ്റെ അടുത്താണ് കുത്തിർന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും മോനും പാടെ ഇങ്ങനെ തിന്നുകയാണ്. ഓനും തന്നെ ചക്കൻ്റെ ആളാണ്. അത് പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ കിട്ടിയാൽ മതി കേട്ടോ. ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ മൂപ്പരാക്ക അങ്ങനത്തെ ഒക്കെ തിന്നാൻ നല്ല ഉസാറാണ്. കഞ്ഞിയും ചോറും തിന്നാൻ ആ ബാക്കൊക്കെ ഉള്ളൂ. ഇങ്ങനത്തതൊക്കെ അങ്ങനെ നല്ലോണം പോകും. അതേപോലെ മിഠായി ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും അതും പോകും കേട്ടോ. കഞ്ഞിയും ചോറും തിന്നാൻ ബാക്കൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്താ ഒരു കുക്കറിലെടുത്തുകൊണ്ട് ഞാൻ ഇതിടുകയാണ് കേട്ടോ. പഞ്ചക്ക ആയതുകൊണ്ട് തന്നെ നല്ലോണം വെന്തൊടി. ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് തന്നെ പറയാം. അപ്പോൾ തോന ആളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മതി. അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പാർന്ന് കൊടുത്തുകൊണ്ട് അത് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാനിതിൽ തേങ്ങ അരക്കണില്ല കേട്ടോ. തേങ്ങ അരക്കാതെ പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് തൂമ്പിച്ചെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കണത്. തേങ്ങ നിറക്കാൻ കരുതിയിട്ടില്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ചോറും കൂട്ടാനും കറിയും എല്ലാം അയക്കണ്. അപ്പോൾ ചക്ക കണ്ടപ്പോൾ ഒരു പൂതി. അപ്പം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി പിറ്റേത്തെ ദിവസത്തേക്ക് നിന്നാൽ ചിലപ്പോൾ അതാണ് പുളിച്ചും ചെയ്യും. അപ്പോഴാണ് നോക്കിയപ്പോൾ ഞാൻ വറവിടാൻ വേണ്ടി നോക്കിയപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇല്ല. അപ്പം ഞാനത് കറിവേപ്പിൻ്റെ ഇല ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് സെനു അവിടെ പെരയിലെത്തിക്കണം കേട്ടോ, തറവാട്ടിലെത്തിക്കണം. അപ്പോൾ ഓൻ്റെ പിന്നാലെ പോയതാണ് കേട്ടോ ഞാൻ. കാരണം ഓനെ പിന്നെ ഓൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഓനെ കൊണ്ടുവരാൻ ഒരാൾ പോകണം. അല്ലാതെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില്ല. അവിടെ കൂടുതലേകാരം. അപ്പോൾ സമയം കുറച്ചൊക്കെ കഴിക്കണം. അതുകൊണ്ട് തന്നെ പോലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോലെ ഔത്തൂടിക്കൂട്ടോ. അപ്പോൾ ഓനെ പോയിക്കാണ്ട് കൊണ്ടിട്ടേ എന്നും കരുതിക്കാണ്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അതാ ഓൻ കരിവേപ്പിൻ്റെലേക്ക് പോയതല്ലേ. അപ്പോൾ ഓൻ തന്നെ കരിവേപ്പിൻ്റെലും കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ചീരാപ്പറങ്കി എടുത്തു കേട്ടോ. കാരണം നമുക്ക് ഇത് പൊട്ടിച്ച് കാണ്ട് ചക്കിക്ക് ഇടാന്നായിട്ട് വിചാരിക്കണത്. പച്ചമുളകിന് പകരം ഇങ്ങനെ കാട്ടാമെന്നും കരുതി. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ ചക്ക കൂട്ടാനൊക്കെ നല്ലോണം വെന്തുടഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി അതൊന്ന് വറവിട്ട് കണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ പാർന്ന് വെച്ചിക്കണ്. കടുകും പിന്നെ അപ്പോഴത്തേന് നമ്മളെ ചീരാപ്പറങ്കിയൊക്കെ ഞാൻ നല്ലോണം കുത്തറിലിട്ട് കണ്ട് ചതച്ചൊക്കെ റെഡിയാക്കി ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് വറവിട്ടെടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ചക്കക്കൂട്ടാൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവില്ല കേട്ടോ.